സദ്വേഷണം ശബരിമലയിലെ സ്വർണ്ണമോഷണത്തേക്കാൾ വെല്ലുന്ന വർഷങ്ങൾ നീണ്ടുനിന്ന ഒരു മോഷണത്തിൻ്റെ ചരിത്രം പറയാനാണ് ഈ വീഡിയോ. അതായത് ബ്രഹ്മശ്രീ കരുണാകര ഗുരു ആദിസങ്കല്പത്തിൽ ലയിച്ചതിനു ശേഷം ശാന്തിഗിരി ആശ്രമത്തിൽ ഗുരുവിൻ്റെ ഗുരുരൂപവും താമര പർണശാല, അതായത് ആവരണ ശബ്ദം നിർമ്മിക്കാൻ എന്നുള്ള രീതിയിൽ, കാരണം ഗുരുവിൻ്റെ പർണശാല എക്കാലത്തും സ്മരണാഞ്ജലി പോലെ സംരക്ഷിക്കും എന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് ഒരു ആവരണ സൗധം നിർമ്മിക്കാൻ തുടങ്ങിയത് വലിയൊരു പ്രോജക്റ്റായി അത് ഒരു താമര പർണശാല എന്നുള്ള കൺസെപ്റ്റിലേക്ക് വന്ന് അത് വെള്ള മാർബിളൊക്കെ ഒട്ടിച്ച് ആ ഒരു വലിയൊരു ബഡ്ജറ്റിലേക്ക് വരികയും അതിനുവേണ്ടി 12 വർഷക്കാലം ഗുരു പരമ്പരയിൽ നിന്നും പൊതുസമൂഹത്തിൽ നിന്നും കോടിക്കണക്കിന് രൂപ പിരിക്കുകയും അതിനോടനുബന്ധിച്ച് തന്നെ ഗുരു ഒരിക്കലും ആഗ്രഹിക്കാത്ത ഗുരുവിൻ്റെ ഒരു രൂപം പ്രതിമ നിർമ്മിക്കണമെന്നുള്ള ഒരു ആശയം വരികയും ആ ആശയത്തിൻ്റെ രീതിയിലെന്ന് പറഞ്ഞാൽ 72 കിലോ സ്വർണം, അതായത് ഗുരുവിൻ്റെ തൂക്കത്തിൽ ഗുരുവിൻ്റെ വയസ്സിൻ്റെ ആ ഒരു പരിധിയിൽ നിൽക്കുന്ന 72 കിലോ സ്വർണത്തിലാണ് ഇത് നിർമ്മിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞത്. അപ്പോൾ ആ കാലഘട്ടത്തിൽ തന്നെ ഗുരു ശരീരത്തോടെ ഇരിക്കുമ്പോൾ തന്നെ 250 കിലോത്തിന് മുകളിൽ സ്വർണം ആശ്രമത്തിലുണ്ട്. രത്നങ്ങളുണ്ട്, വൈരങ്ങളുണ്ട്, വൈഡൂര്യങ്ങളുണ്ട്, അങ്ങനെ പലതുമുണ്ട്, പല അമൂല്യ വസ്തുക്കളുമുണ്ട്. അപ്പോൾ അത് കൂടാതെ തന്നെ പരമ്പരയും വിശ്വാസസമൂഹവും പൊതുസമൂഹത്തിൽ നിന്ന് കോടിക്കണക്കിന് രൂപ പിരിക്കുകയും ഈ പർണശാലയ്ക്ക് വേണ്ടി, താമര പർണശാല എന്ന ഈ ആവരണ സൗധത്തിന് വേണ്ടി പിരിക്കുകയും ഇതോടൊപ്പം തന്നെ ഗുരുരൂപത്തിന് വേണ്ടി 72 കിലോ സ്വർണം പിരിക്കുന്നുള്ള വ്യാജേന കിലോ കണക്കിന് സ്വർണം പിരിച്ചു. മനസ്സിലായ? എന്നിട്ട് ഈ സ്വർണം കംപ്ലീറ്റ് വിൽക്കുകയും ഗുരുവിൻ്റെ രൂപം നിർമ്മിച്ചതെന്ന് പറഞ്ഞാൽ ഇതെന്ന് വെച്ചാൽ ബ്രാസോ ചെമ്പോ ഒന്നുമല്ല, കോപ്പറോ ഒന്നുമല്ല, ഒരു വേറൊരു പ്രത്യേകതരം മെറ്റലാണിത്. ഈ മെറ്റലിലാണ് ഈ രൂപം നിർമ്മിച്ചത്. ഈ മെറ്റലിൽ നിർമ്മിച്ചിട്ട് അതിൻ്റെ മുകളിൽ, ഏകദേശം അതിൻ്റെ മുകളിലായിട്ട് ഈ നമ്മൾ സിഗരറ്റ് കവറിനകത്ത് പണ്ട് കാലത്ത് ഉണ്ടായ ഒരു തങ്കക്കടലാസ് എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. കാരണം പേപ്പറിലൊട്ടിച്ച സിൽവർ കളറിലുള്ള ഒരു കടലാസ്, അതിങ്ങനെ പൊളിച്ചെടുക്കുമ്പോഴത്തേക്കെന്ന് പറഞ്ഞാൽ അതിങ്ങനെ ചുരുണ്ട് വരുന്നത്, എന്ന് വെച്ചാൽ അലൂമിനിയം ഫോയിൽ പോലെയുള്ള ഒരു രീതിയിൽ ഇതിനെ വലിച്ച് ഈ ഷീറ്റാക്കി ഒരു ഏകദേശം 4 കിലോത്തോളം സ്വർണ്ണപ്പാളികൾ ഉണ്ടാക്കിയിട്ട് അത് വെട്ടി ഒട്ടിച്ച് മണൽ പഴുപ്പിച്ച് ഇടിച്ചുറപ്പിച്ചാണ് ഗുരുവിൻ്റെ ഈ മെറ്റിൽ പണിത രൂപത്തിൽ, ഈ കറുത്തിരിക്കുന്ന മെറ്റില, ഞാനത് ഇന്ന് കൊണ്ടുപോയിട്ട് ഒന്ന് ഗ്രൈൻഡ് ചെയ്താണിത്. മനസ്സിലായി? ഗ്രൈൻഡ് ചെയ്തത് ഞാൻ ഇവിടെ കാണിക്കാം. അപ്പം ഇതിൽ പാളികളായിട്ട് ഒട്ടിച്ചിട്ടാണ്, അത് പോളിഷ് എടുത്തിട്ടാണ് ഈ പറയുന്ന ഗുരുവിൻ്റെ, എന്നാൽ ഗുരുവിനായിട്ട് യാതൊരു സാദൃശ്യമില്ലാത്ത ഒരു പ്രതിമ, ആ പ്രതിമയിൽ ഈ സ്വർണം ശരിക്കും പറഞ്ഞാൽ തകിടുകൾ, വളരെ നൈസായ തകിടുകൾ ഒട്ടിച്ചിട്ട് അത് പോളിഷ് എടുത്തിരിക്കുന്നതാണ്. മനസ്സിലായി? പക്ഷെ പറയപ്പെടുന്നതെന്ന് പറഞ്ഞാൽ 72 കിലോ ഗുരുവിൻ്റെ തൂക്കത്തിലും ഗുരുവിൻ്റെ ആ ഒരു വയസ്സിലും പ്രായത്തിലുള്ള കിലോയാണ് സ്വർണം എന്ന് വ്യാപകമായിട്ട് പ്രചരിപ്പിച്ചിട്ടാണ്, വിശ്വാസി പരമ്പരേനെയും പൊതുസമൂഹത്തിനെയും പറ്റിച്ചിട്ടാണ് ഇവർ ഈ ലോകത്തിൽ നിർമ്മിച്ചിരിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ ഞാനിത് ഇന്ന് കൊണ്ടുപോയി ഗ്രൈൻഡ് ചെയ്യിച്ചത് നിങ്ങൾക്ക് ഈ സൈഡിൽ കാണാം. ഇന്ന് കൊണ്ടുപോയിട്ട് ഗ്രൈൻഡ് ചെയ്ത് ഇത് ഈ കളറിൽ തന്നെയാണ് ഇരുന്നിരുന്നത്. ഇവിടെ ഇപ്പോൾ ഏകദേശം ഈ കളർ, അത് ഞാൻ ഗ്രൈൻഡ് ചെയ്യിച്ചിട്ടാണ് ഏകദേശം സ്വർണ്ണത്തിനെ പോലെ വെട്ടിത്തിളങ്ങുന്നത്. എന്ന് വെച്ചാൽ സ്വർണ്ണമെന്നും പറയാൻ പറ്റില്ല, നമുക്ക് ഓടൊന്നും പറയാൻ പറ്റത്തില്ല, പിച്ചളെന്നും പറയാൻ പറ്റില്ല, ചെമ്പെന്നും പറയാൻ പറ്റത്തില്ല, ഒരു ലോഹം. ആ ലോഹത്തിലാണ് അത് ഞാൻ കാണിക്കാം. ഇതിൻ്റെ സൈഡിൽ നിങ്ങൾക്ക് കാണാം. ദിസ് സൈഡ് ഫുള്ള് ചെയ്യും, എന്നിട്ട് പറയാം. ഫുൾ ഗ്ലാസ്
ഓക്കെ, മതിയോ? അപ്പുറത്തെ വശം കാട്ടെ. അത് മതി. ആവശ്യം കളറ് കളയണ്ട. ചൂടുണ്ടോ? അപ്പോൾ ഇതാണ് അത്. ഇത് ഗ്രൈൻഡ് ചെയ്ത ആ ഒരു ഇതാണ് കാണിച്ചത്, വീഡിയോയാണ് കാണിച്ചത്. അപ്പോൾ ഈ ഗുരുവിനെ വിശ്വസിച്ച് നിൽക്കുന്ന പരമ്പരേനെ മൊത്തം ഗുരുവിന് ഇഷ്ടമല്ലാത്ത ഈ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ട്, എന്നുവെച്ചാൽ ഗുരുവിൻ്റെ പർണശാല സംരക്ഷിക്കാൻ എന്നുള്ള രീതിയിൽ ഗുരുവിൻ്റെ പർണശാല ഇടിച്ചു പൊളിച്ച് കളഞ്ഞിട്ട് ഇവർക്ക് ഇഷ്ടമുള്ള ഒരു ബിൽഡിങ് കെട്ടി, എന്നുവെച്ചാൽ ടൂറിസ്റ്റ് പ്ലേസ് ആക്കാൻ വേണ്ടി. അതുകൂടാതെ ഗുരുവിൻ്റെ പ്രതിമ, ഗുരു ഒരിക്കലും ആഗ്രഹിക്കാത്ത, ഗുരു ഇഷ്ടപ്പെടാത്ത, ഒരുപാട് പ്രാവശ്യം വിമർശിച്ചിട്ടുള്ളതാണ് ഈ പറയുന്ന ഈ പ്രതിമകളെക്കുറിച്ച്. ഗുരുവിൻ്റെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ, ഗുരു പ്രാണപ്രതിഷ്ഠ നടത്തിയ താമരയിൽ ഓങ്കാരമായ പ്രാർത്ഥനാലയത്തിലിരിക്കുന്നതാണ്. ആ ഓങ്കാരത്തെയാണ് ഗുരു എപ്പോഴും പ്രാർത്ഥിക്കാനും ആരാധിക്കാനും നമുക്ക് സമർപ്പിച്ചത്. പിന്നെ ഗുരുവിൻ്റെ ചിത്രങ്ങൾ, തനതായ ചിത്രങ്ങൾ, അതും മാറ്റിമറിച്ചുകൊണ്ടിരിക്കുക ഛായാചിത്രങ്ങളിലേക്ക് മാറിയിട്ട്. അപ്പോൾ തനതായ ചിത്രങ്ങൾ പലയിടത്തും പ്രാർത്ഥിക്കുവാനും പൂജാമുറിയിലും ഒക്കെ പ്രാർത്ഥിക്കാനും ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ ഒരു പ്രതിമകളും ഒരു ബിംബങ്ങളും ഗുരു പ്രോത്സാഹിപ്പിച്ചിട്ടില്ല ഗുരു ശരീരത്തോട് ഇരുന്നപ്പോഴും. അതിനുശേഷവും ഗുരു അത് പ്രോത്സാഹിപ്പിക്കാൻ യാതൊരു സാഹചര്യവുമില്ല. മനസ്സിലായില്ലേ? അപ്പോൾ കോടിക്കണക്കിന് രൂപയുടെ സ്വർണവും കോടിക്കണക്കിന് രൂപയും പിരിക്കുന്നതിനൊക്കെ ആയിട്ട് ഓരോ ഉപാധികളായിട്ടാണ് ഇതിനെല്ലാം കണ്ടത് ഇവർ. ഈ അമൃതാചന്യം ഗുരുരത്നസ്വാമിയും ഈ പറയുന്ന ഫണ്ട്, ഈ പറയുന്ന സ്വർണ്ണമായാലും കൊള്ളാം, പണമായാലും കൊള്ളാം, ഇതെല്ലാം യാതൊരു കണക്കുമില്ലാതെ ഇവരുടെ യഥേഷ്ടം, ഇവരുടെ സ്വജനപക്ഷപാതത്തിനും ഇവരുടേതായ ആളുകൾക്കും ഇവരുടെ കുടുംബത്തിനും കൈയടക്കി പ്രസ്ഥാനത്തിനെ എന്നും ഊറ്റിയെടുക്കുന്ന ഒരു എന്താ പറയുക, ഇത്തിക്കണ്ണികളായിട്ട് ഇവർ മാറി. മനസ്സിലായി? ഗുരുനിശ്ചയസ്വാമി എന്ന് പറയുന്ന രാജൻ വർഗീസ് ഈ പ്രസ്ഥാനം വിട്ടു പോകാനും അദ്ദേഹത്തിന് ഇവർ ഉപദ്രവിക്കുമെന്നുള്ള ഘട്ടം വന്നു. കാരണം മറ്റൊന്നുമല്ല, ഇതുപോലെ സ്വർണ്ണങ്ങൾ ഒരുപാട് വിറ്റ് ഇവരുടെ സ്വകാര്യപരമായ അക്കൗണ്ടുകളിലേക്കും കാര്യങ്ങളിലേക്കും മാറ്റിയപ്പോൾ, കുടുംബത്തിലേക്കൊക്കെ മാറ്റിയപ്പോൾ അതിനെയൊക്കെ സധൈര്യം ചോദ്യം ചെയ്തു. പക്ഷേ അദ്ദേഹത്തിന് ആ കാലത്ത് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. അങ്ങനെ അദ്ദേഹത്തിന് പ്രാണരക്ഷാർത്ഥം ഇവിടെ നിന്ന് പലായനം ചെയ്യേണ്ടി വന്നു. ഈ ഗുരുനിശ്ചയസ്വാമിയുടെ കാര്യത്തിൽ വേറൊരു ഇതും കൂടിയുണ്ട്. കാരണം വെച്ചാൽ ഈ ഹരികുമാർ എന്ന് പറയുന്ന ഗുരുരത്നൻ ഇവിടെ ഒരിക്കൽ വന്നപ്പോൾ ഗുരു വണ്ടിക്കാശും കൊടുത്ത് പൂലന്തറയെ വണ്ടി കയറ്റി വിട്ട്, എന്ന് വെച്ചാൽ അവനെ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പറഞ്ഞു വിട്ടേക്ക്, അവൻ എന്താ പറയുക, പിശാചാണെന്നാണ് പറഞ്ഞത്. മനസ്സിലായ? അവൻ്റെ കുടുംബത്തിൽ യോഗപ്രശ്നമുണ്ട്, ഇവിടെ പ്രസ്ഥാനം നശിപ്പിക്കുമെന്നും പറഞ്ഞ് ഈ പറയുന്ന ഗുരുനിശ്ചയസ്വാമി എന്ന് പറയുന്ന രാജൻ വർഗീസ്, പഴയ രാജൻ വർഗീസ്, അദ്ദേഹത്തിനെ കൊണ്ട് കയറ്റിവിട്ടൊരു ചരിത്രം കൂടിയുണ്ട്. അപ്പോൾ അതുകൂടി ആയപ്പോൾ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ നിരന്തരം വേട്ടയാടിയിട്ട് എന്താ പറയുക, ഈ പണം, ഈ സ്വർണം പിരിക്കുമ്പോൾ തന്നെ ആശ്രമത്തിൽ ഈ പറയുന്ന 250 കിലോത്തിലധികം സ്വർണ്ണമുണ്ട്, രത്നങ്ങളുണ്ട്, വൈരങ്ങളുണ്ട്, വൈഡൂര്യങ്ങളുണ്ട്. ഗുരു പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഇവിടുത്തെ ദാരിദ്ര്യം മാറാൻ ഇവിടുത്തെ ഒരു കല്ലെടുത്ത് വിറ്റാൽ മതി എന്നാണ് ഗുരു പറഞ്ഞിരുന്നത് ആ കാലഘട്ടത്തിൽ. പക്ഷേ ഗുരു എപ്പോഴും അധികം ധനം വരുന്നതിനോട് ഗുരു എതിർപ്പായിരുന്നു. ഇതാണ് ഇവർ എന്താ പറയുക, ഗുരുവിൻ്റെ ദേഹവിയോഗത്തിൽ വിറങ്ങലിച്ച് നിന്ന പരമ്പരേനെ, ആ ഒരു വിഷമത്തിൽ നിന്ന പരമ്പരയോട് എന്ത് ചോദിച്ചാലും ഗുരുവിന് വേണ്ടി ആൾക്കാർ ചെയ്യുമായിരുന്നു. ആ അവസരമാണ് ഇവർ മുതലെടുത്തത്. അത് മുതലെടുത്തിട്ടാണ് ഇവർ ഈ പറയുന്ന ഫണ്ടുകളെല്ലാം അടിച്ചു മാറ്റുന്നത്. ഇന്നും പ്രസ്ഥാനത്തിനെ ഊറ്റി ഇവർ സുഖലോലുപതയിലാണ്. ഈ അമൃതാചന്യായാലും കൊള്ളാം, ഗുരുരത്നായാലും കൊള്ളാം, അവരുടെ കുടുംബവും അവരോടനുബന്ധമായിട്ട് നിൽക്കുന്നവരും അവർക്ക് വേണ്ടി സംസാരിക്കുന്ന ഉപജാപക വൃന്ദങ്ങളും എല്ലാം ഈ പറയുന്ന എന്താ പറയുക സമ്പന്നതയിൽ ആറാടിക്കൊണ്ട് പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപനജംഗം വസ്തുക്കളും അത് ഞാൻ പറയുന്നുണ്ട്. ഗുരുവിൻ്റെ പ്രസ്ഥാനങ്ങളും ഗുരു എന്തിനു വേണ്ടിയാണ് ഇതെല്ലാം കൊണ്ടുവന്നത്? ഈ പരമ്പരയെ സൃഷ്ടിച്ച് എന്തിനാണ്? ഗുരു ഇവിടെ വ്യവസായശാലകൾ എന്തിനാണ് കൊണ്ടുവന്നത്? അതിനൊക്കെ അതിൻ്റേതായ കാര്യകാരണങ്ങളുണ്ട്. അവരെയെല്ലാം ഗുരുവിനെ വിശ്വസിച്ച് വന്നവർ, ഗുരുവിനെ സമർപ്പിച്ചവരെയെല്ലാം അടിമകളാക്കിക്കൊണ്ട് അവരെ അടിച്ചമർത്തി, അവരെ എന്താ പറയുക അടിമകളെപ്പോലെ ജോലി ചെയ്യിച്ച് സാമ്പത്തികമായിട്ടും മറ്റെല്ലാ രീതിയിലും അവരെല്ലാം അധപ്പതിപ്പിച്ച്. മനസ്സിലായോ? ഗുരു പറഞ്ഞിരുന്നതെന്ന് പറഞ്ഞാൽ ഗുരുവിനോട് സമകാലികരായിരുന്ന എല്ലാവരും അവകാശികളാണ്. ആ അവകാശികളാണെന്ന് പറഞ്ഞ് അവരുടെ കർമ്മവും അവരുടെ സമ്പത്തും എല്ലാം അവർ പ്രസ്ഥാനത്തിന് വേണ്ടി സമർപ്പിച്ച് അവസാനം അവരെല്ലാം കറിവേപ്പുലകളാക്കുന്ന രീതിയിലാണ് ഈ അമൃതാചന്യം ഗുരുരത്നസ്വാമി എന്ന് പറയുന്ന ആളും കാണിച്ചു കൂട്ടിയ എല്ലാ നെറുകേടുകളും. മനസ്സിലായി? അപ്പോൾ ഈ സ്വർണ്ണ പ്രതിമയുടെ പിന്നിൽ ഒരു വമ്പൻ സാമ്പത്തിക സ്വർണ്ണ അഴിമതിയുണ്ട്.
ഈ പർണശാലയുടെ പിന്നിലും ഒരു വമ്പൻ സാമ്പത്തിക അഴിമതിയുണ്ട്. മനസ്സിലായില്ലേ? ഇതൊക്കെ ചെക്ക് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റുന്നേ ഉള്ളൂ. ഇതിനൊക്കെ ഒരു അന്വേഷണം വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും, ഈ മെറ്റലിനെ കുറിച്ചും ഇതിനെക്കുറിച്ചെല്ലാം. മനസ്സിലായോ? അപ്പോൾ ഇതൊന്ന് വളരെ കാലമായിട്ട് ഗുരുവിൻ്റെ ഈ കാണുന്നതാണ് ഗുരുവിൻ്റെ പ്രതിമയെന്നും പറഞ്ഞ് ഇവരുണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഗുരുവിനോട് യാതൊരു സാമ്യമില്ലാത്ത ഗുരുവിൻ്റെ പ്രതിമയെന്നും പറഞ്ഞ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ് പർണശാലക്കുള്ളിൽ. അതിനകത്ത് ഗുരുവിൻ്റെ ഭൗതിക ശരീരം പോലും ഉണ്ടാകുന്ന സംശയമാണ്. ആ രീതിയിലാണ് കാര്യങ്ങളുടെ പുറയിലുള്ള ഒരു ചരിത്രം. അപ്പോൾ ഈ ഒരു കാര്യം എല്ലാവരും അറിവിലേക്കായിട്ടൊന്ന് ഷെയർ ചെയ്യണമെന്ന് വളരെ കാലമായി ആഗ്രഹിക്കുന്നു. അപ്പോൾ സദ്ഗുരു ശരണം.